ഹലോ ഗൈസ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു വാട്ടേ 18 ഡേ ആണ് കേട്ടോ. അപ്പോൾ നോമ്പും കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു, ഇനിയിപ്പോൾ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് വാട്ടേ 18 ഡേ ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് തണുത്ത വെള്ളമായിട്ട് കുടിക്കുന്നത്. കാരണം ഇപ്പോൾ ചൂടുവെള്ളം പച്ചവെള്ളമൊന്നും വല്ലാതെ ലൈക്കല്ല, കാരണം നല്ല ചൂടല്ലേ. അപ്പോൾ ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം കാണുമ്പോൾ എന്തായാലും തണുത്ത വെള്ളം തന്നെ എടുത്ത് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ഈത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഈത്തപ്പഴമായിരുന്നു. അപ്പോൾ എന്തോ അറിയില്ല, കുറച്ച് മധുരം കഴിക്കാനൊക്കെയുള്ള ക്രേവിങ് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഈത്തപ്പഴം എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഈത്തപ്പഴം കഴിച്ചു. പിന്നെ അതിനുശേഷം എനിക്ക് ഇന്നലെ വീട്ടിൽ നിന്ന് കൊടുന്ന ചക്ക ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ തന്നെ ഇരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് കഴിക്കാമല്ലോ വിചാരിച്ചു കണ്ട് ഇരിഞ്ഞു വെച്ചതാട്ടോ. അപ്പോൾ അങ്ങനെ അതിന് കുറച്ച് ചക്ക എടുത്തിട്ട് ആ ചക്കയും കഴിച്ചു. അത് കഴിഞ്ഞ് ഞാനൊരു വാട്ടർമെലൺ കഴിച്ചിട്ട് ഒരു മണിയൊക്കെ ആയപ്പോൾ അതിൻ്റെ പീസും കൂടി കഴിച്ചു. വാട്ടർമെലണിനൊക്കെ ഇപ്പോൾ എന്താ രുചി അറിയാം. നോമ്പിന് ഇത്ര രുചി തോന്നിയിട്ടില്ലായിരുന്നു, കാരണം പെട്ടെന്ന് കഴിക്കുന്നതുകൊണ്ട് വയറിങ്ങനെ ഫില്ലാവുകയല്ലേ. അപ്പോൾ ഇത്ര രുചി തോന്നിയില്ല. ഇന്നിപ്പോൾ എന്തോ എനിക്കറിയില്ല, ഇങ്ങനെ കഴിച്ച് 2 ദിവസം കഴിച്ച് തുടങ്ങിയതുകൊണ്ടെന്ന് അറിയില്ല, പകലൊക്കെ കഴിക്കാൻ ഭയങ്കര ക്രേവിങ് ആട്ടോ. അതുകൊണ്ട് തന്നെ വാട്ടർമെലൺ ഞാൻ തോടൊന്നും കളയാണ്ട് അങ്ങനെ വിങ്ങായിരുന്നു കേട്ടോ ചെയ്തത്. അതിനുശേഷം വീട്ടിൽ നിന്ന് കൊടുക്കുന്ന റഫല്ലോ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതും 2 എടുത്തുകൊണ്ട് ഒന്നും നോക്കില്ല, അതും അങ്ങോട്ട് കഴിച്ച്. പിന്നെ വിശപ്പായി. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ സാധനങ്ങളും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വാങ്ങിയിട്ടില്ല. പിന്നെ മോള് ഭയങ്കര ചീച്ചിലും കരച്ചിലും ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫുഡ് ഓർഡർ ആക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനൊന്നും നോക്കില്ല, ഫുഡ് ഓർഡർ ആക്കിയത് വരാൻ ലേറ്റ് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു മൈസൂർ പാക്കും കൂടി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതും കഴിച്ചു കേട്ടോ. അത് മധുരത്തിന് വേണ്ടി കൊടുന്നേക്കുന്ന കേട്ടോ, ഇങ്ങനെ ക്രേവിങ്ങൊക്കെ തോന്നുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര ഹാർഡാണ്, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കഴിച്ച് അത് കഴിച്ചതിന് ശേഷം നമ്മൾ ബീഫും പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ബീഫിൻ്റെ ക്വാണ്ടിറ്റി കുറവാണെങ്കിലും ടേസ്റ്റിന് ഒരു കുറവുമില്ലായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അതും കഴിച്ച്. അപ്പോൾ പൊറോട്ട ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. നോമ്പിന് കഴിച്ച പൊറോട്ടയ്ക്ക് പോലും ഇല്ലായിരുന്നു കേട്ടോ എത്ര സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊന്നും. നല്ല ടേസ്റ്റും കാര്യങ്ങളും അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ച്. പൊറോട്ടയും കൂടി കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വയറിന് എന്തോ ഒരു ബുംബുംബുന്നുള്ള ഒച്ചയായിരുന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, കുറച്ച് നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് നീച്ചു വന്നു. ഇപ്പോൾ നമ്മൾ ചെറിയരിക്കഞ്ഞിയും ചമ്മന്തിയും മുട്ട പൊരിച്ചതും ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കിയത്. അപ്പോൾ അതും കൂടി കഴിച്ചു കേട്ടോ. അതും കൂടി കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിച്ചു കേട്ടോ. അതും കുടിച്ചു കണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വാട്ടേ 18 ഡേയിൽ ഇതൊക്കെയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ഗൈസ്.